ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ബൈബിൾ ട്രാവലോഗിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് നോഹയെ പറ്റിയിട്ടായിരുന്നു, വിശ്വാസത്തിൻ്റെ മനുഷ്യനെ പറ്റിയിട്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മൾ നോഹയുടെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നോഹ ഒരു കൃഷിത്തോട്ടമൊക്കെ നട്ടുപിടിപ്പിച്ചിട്ട് അപ്പോൾ അതിന്ന് വൈനൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ മദ്യത്തിൻ്റെ ലഹരിയിൽ ഇങ്ങനെ നഗ്നനായിട്ട് കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് നോഹയുടെ മക്കൾ ഷേം, ഹാം, യാഫത്ത് 3 മക്കളാണ് നോഹയ്ക്കുള്ളത്. അപ്പം അതിൽ ഹാം ചെയ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിതാവിൻ്റെ നഗ്നത ബാക്കിയുള്ള സഹോദരന്മാരെ പോയിട്ട് അവരെടുത്ത് പറഞ്ഞിട്ട് ആ ഒരു കുറവിനെ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ എന്താ പറഞ്ഞു നടക്കുകയാണ് ചെയ്തത്. പക്ഷെ അതേസമയം അത് കേട്ടപ്പോൾ ഷേമും യാഫത്തും കൂടെ വന്നിട്ട് ആ പിതാവിൻ്റെ നഗ്നത പുറകിലോട്ട് വന്നിട്ട് ഒരു പുതപ്പൊക്കെ ആയിട്ട് പുറകിലോട്ട് വന്നിട്ട് ബാക്കിയുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നഗ്നതയെ മറയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെ നോഹ ഈ ഹാമിൻ്റെ പരമ്പര, അതായത് കാനാന്യർ, ഹാമിൻ്റെ പരമ്പരയാണ് കാനാന്യർ. അപ്പോൾ ഈ കാനാനെ ശപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സഭയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടാകുമ്പോൾ ഇപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യുക, അതിങ്ങനെ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ പറഞ്ഞിട്ട് ആ കുറവിനെ ഇങ്ങനെ നമ്മളിങ്ങനെ പരിഹസിച്ച് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അങ്ങനെയുള്ളവർ ശക്തമായ താക്കീതാണിത്. ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട് പലരും സഭയെക്കുറിച്ച്, സഭയിൽ ആർക്കെങ്കിലുമൊക്കെ ഒരാൾക്കൊക്കെ തെറ്റ് വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ പ്രസിദ്ധമാക്കിയിട്ട് മാധ്യമങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ഒരുപാട് പേര്. പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എത്രയോ ഇപ്പോൾ സഭയ്ക്ക് ചെറിയൊരു കുറവ് വന്നാലും നമ്മൾ കാണാത്ത മറുപുറമുണ്ട്. ആ മറുപുറത്ത് ഒരുപാട് പേര് വിശുദ്ധിയോടുകൂടെ നിലനിൽക്കുന്നതായിട്ട് നമ്മളാരും കാണുന്നില്ല. ഒത്തിരി പേര് വിശുദ്ധിയോടെ പ്രാർത്ഥനയും ആ ഒരു വിശുദ്ധിയിൽ ജീവിക്കുന്നുണ്ട്, നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സമൂഹത്തെ നമ്മൾ ചെയ്യേണ്ട കാര്യം, സഭയിൽ എന്തെങ്കിലും ഒരു കുറവ് കാണുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാനാണ് ദൈവം ആവശ്യപ്പെടുന്നത്. നമ്മളതിങ്ങനെ എന്തെങ്കിലും കുറവ് കാണുമ്പോൾ നമ്മൾ പോയി പറഞ്ഞു നടക്കുക, എല്ലാവരുടെ അടുത്തും പറഞ്ഞു നടക്കും, മാധ്യമങ്ങളിൽ പറഞ്ഞു നടക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നേരെ മറിച്ച് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ ഈ ഒരു കാനാനിയരിൽ നിന്നാണ് ഒരു നിമ്രോദ് എന്ന് പറയുന്ന അവനെ പറ്റി പറയുന്നത് ഒരു എൻജിനീയർ ആയിരുന്നു. അതേസമയം അവനൊരു വീരപുരുഷനൊക്കെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അവനാണ് ബാബേൽ ഗോപുരം, ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ ഒക്കെ തുടക്കം അതായിരുന്നു. ബാബേൽ ഗോപുരം പണിയുന്നതാണ്. അപ്പോൾ ഈ ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത്, ദൈവവചനം പറയുന്നത്, ഒരു തിന്മയുടെ സംസ്കാരത്തിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ബാബേൽ ഗോപുരം പണിയുന്നതൊക്കെ. അവിടെ ഈ ഒരു നിമ്രോദ് എന്ന് പറയുന്ന ആളിങ്ങനെ ബാബേൽ ഗോപുരം ഇങ്ങനെ പണിയുക, കൂടിയുള്ളവരും എല്ലാവരും കൂടെ പറഞ്ഞ് നമുക്ക് ആകാശം മുട്ടുന്ന ഒരു ഗോപുരം പണിയാം, നമ്മുടെ പ്രശസ്തി നമുക്ക് നിലനിർത്താം. പ്രിയപ്പെട്ടവർ, ദൈവത്തെ മറന്നിട്ട് പ്രശസ്തിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി അവരിങ്ങനെ മുന്നോട്ട് പോവുകയാണ്, അവരിങ്ങനെ ശ്രമിക്കുകയാണ്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും, ദൈവത്തെ മറന്ന് ഈ ഒരു ബാബേൽ ഗോപുരങ്ങളെന്ന് പണിതുകൊണ്ടിരിക്കുകയല്ലേ. നമ്മൾ തന്നെ ചിന്തിക്കുക, ഒരു അഹങ്കാരം അതിൻ്റെ പീക്ക് ലെവലിലേക്ക് ഇങ്ങനെ പോകുക. എനിക്ക് ദൈവമൊന്നും വേണ്ട, ഞാൻ തന്നെയാണ് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞ് ഇന്ന് അനേകം പേര് ഈ ബാബേൽ ഗോപുരം പണിയുന്നുണ്ട്. ബാബേൽ ഗോപുരം അങ്ങനെ പണിത് കഴിഞ്ഞിട്ട് ദൈവം ഈ ബാബേൽ ഗോപുരം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരികയാണ്. ദൈവം ബാബേൽ ഗോപുരം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്നിട്ട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. നമുക്ക് അവിടെ പറയുന്നുണ്ട്, അവരിപ്പോൾ ഒരു ജനതയാണ്, അവർക്കൊരു ഭാഷയും അവർ ചെയ്യാനിരിക്കുന്നതിന് തുടക്കമേ ആയിട്ടുള്ളൂ. ചെയ്യാൻ ഒരുമ്പെടുന്നൊന്നും അവർക്കിനി അസാധ്യമായിരിക്കില്ല. നമുക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഭാഷ പരസ്പരം ഗ്രഹിക്കാനാവാത്ത വിധം ഭിന്നിപ്പിക്കാം. അങ്ങനെ കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു, അവരുടെ പട്ടണം പണി ഉപേക്ഷിച്ചു. അവരുടെ ഭാഷ അവർക്ക് മനസ്സിലാവാതെ പോയി. അവരുടെ ഇഷ്ടിക കൊണ്ടുവരാൻ പറയുമ്പോൾ അവൻ പോയിട്ട് കുമ്മായം കൊണ്ടുവരുന്നു. അങ്ങനെയൊക്കെ അവർക്ക് പരസ്പരം മനസ്സിലാവാത്ത ഭാഷയായിട്ട് അത് മാറി. അഹങ്കാരമൊക്കെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഇപ്പോൾ കുടുംബത്തിലാണെങ്കിലും ഭാര്യ പറയുന്ന ഭർത്താവിന് മനസ്സിലാവില്ല, മാതാപിതാക്കന്മാർ പറയുന്ന മക്കൾക്ക് മനസ്സിലാവില്ല. അവരവരുടെ ബാബേൽ ഗോപുരങ്ങൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക.
ഇവിടെ അങ്ങനെ അതന്നേ കർത്താവ് അത് കണ്ടു. ഇന്നും ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ. നമുക്ക് മെല്ലെ നമുക്കറിയാം, നമ്മൾ പെന്തക്കോസ്തയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച നമ്മൾ പെന്തക്കോസ്തയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങൾ അപ്പസ്തോല പ്രവർത്തനത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കൊണ്ടുപോവുകയാണ്, പുതിയ നിയമത്തിലേക്ക്. അതെ, ഈശോയ്ക്ക് ശേഷം ഈശോ ശിഷ്യന്മാരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. പക്ഷേ ഈശോ ഉത്ഥാനം ചെയ്ത് അങ്ങനെ പരിശുദ്ധാത്മാവിനെ കൊടുത്തപ്പോഴും അവർക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഭയങ്കര പേടിച്ചിട്ടൊക്കെയാണ് നിന്നിരുന്നത്. അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കാത്തിരിക്കാനായിട്ട്. അങ്ങനെ 10 ദിവസം അവർ കാത്തിരുന്നിട്ട്, ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം വീണ്ടും കാത്തിരുന്നിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ അമ്മയോടുകൂടെ അവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സഹിയോൻ മാളികയിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമ്മൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന പോലുള്ള ഒരു ശബ്ദം അവർ കേട്ടു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സാന്നിധ്യം, ആ ഈശോ അവരുടെ മേൽ നിശ്വസിച്ചു കൊണ്ടെടുത്ത് അതേ പരിശുദ്ധാത്മാ ആ സമയത്ത് അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അതിനവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു പെന്തക്കോസ്ത തിരുനാളിലായിരുന്നു. പരിശുദ്ധാത്മാ അഗ്നിജ്വാലകളുടെ രൂപത്തിൽ അവരുടെ മേൽ ഇറങ്ങി വന്നപ്പോഴാണ് അവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത്. പെന്തക്കോസ്ത തിരുനാളിൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഒരു നമ്മുടെ ഉള്ളിൽ ഓൾറെഡി മാമോദീസയിലൂടെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റണമെങ്കിൽ ഈ ഒരു പരിശുദ്ധാത്മാവിനെ വീണ്ടും സ്വീകരിക്കണം. നമ്മുടെ ഹൃദയത്തിലേക്ക് വീണ്ടും വിശ്വാസം കൊണ്ട് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമ്പോഴാണ്, ആക്ടിവേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമ്മൾ ആ ഒരു നീറോ ചക്രവർത്തിയുടെ വാളിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിശ്വാസത്തോടെ നിൽക്കാനൊക്കെ ആയിട്ട് കുരിശിലെ പത്രോസ്ലീഹയെ കൊല്ലുന്ന സമയത്ത് പത്രോസ്ലീഹ പറഞ്ഞു, ഈശോയെ പോലെ എനിക്ക് മരിക്കാനുള്ള യോഗ്യത നീ എന്നെ തലകീഴായിട്ട് എന്നെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് തലകീഴായിട്ട് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിക്കാനായിട്ട് പത്രോസിന് പറ്റിയത്. ആ സഹീവൻ മാളികയിൽ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രസംഗിച്ചപ്പോൾ അവിടെ കൂടിയിരുന്നവർക്ക് ഒരുപാട് ഭാഷകളിലുള്ളവരെ പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ, അവർക്കെല്ലാവർക്കും അവരുടെ ഭാഷകളിൽ പത്രോസ്ലീഹയുടെ പ്രസംഗം മനസ്സിലായി. ഇപ്പോൾ അറബി വന്നപ്പോൾ അറബിക്ക് ഈ പത്രോസ്ലീഹ ഇപ്പോൾ മേ ബി എക്സാമ്പിൾ പറയാണ്, പത്രോസ്ലീഹ ഇപ്പോൾ ഗ്രീക്കിലാണ് പ്രസംഗിച്ചതെങ്കിൽ അറബിക്ക് അത് അറബിയിൽ മനസ്സിലായി. ചൈനീസുകാരൻ വന്നപ്പോൾ അവനത് ചൈനീസിൽ മനസ്സിലായി. ഇവിടെ ഇതൊന്നും വെറുതെ ഉള്ളൊരു ഒരു കഥയല്ല ഞാൻ ഈ പറയുന്നത്, സംഭവമാണ് പറയുന്നത്. പരിശുദ്ധാത്മാവും വന്നു നിറഞ്ഞപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഭാഷ അവർക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങി. കുടുംബങ്ങളിലെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ അവർക്ക് ഭാഷകൾ മനസ്സിലാവും, സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സിലാവും. ഇവിടെ നമുക്ക് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വേണ്ടത്, ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. മാമോദീസയിലൂടെ സ്വീകരിച്ച ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യപ്പെടാൻ, വീണ്ടും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് ശ്രമിക്കാം, നമുക്ക് ആഗ്രഹിക്കാം. അതിനുവേണ്ടി ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് നമുക്കൊരുങ്ങാം. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവെ നിറയട്ടെ. പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വരാൻ പോകുന്ന പെന്തക്കോസ്ത തിരുനാളിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. നമുക്ക് ഈ യാത്രയിലെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ദൈവം അനുഗ്രഹിക്കട്ടെ.